എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ഓഗസ്റ്റ് മാസം 1-ാം തീയതി ശുക്രൻ രാശി മാറുകയാണ്. ജ്യോതിഷത്തിൽ ഭൗതിക സുഖങ്ങളുടെ, കലയുടെ, സാമ്പത്തിക അഭിവൃദ്ധിയുടെ, അതുപോലെ ആകർഷണീയതയുടെ എന്നിവയുടെയൊക്കെ കാരകനാണ് ശുക്രൻ. ആ ശുക്രൻ കന്നിരാശിയിലേക്കാണ് രാശി മാറുന്നത്. ഈ കന്നിരാശിയിലേക്കുള്ള ശുക്രൻ്റെ രാശിമാറ്റം 12 രാശിക്കാരുടെയും ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ജ്യോതിഷത്തിൻ്റെ തത്വമൊക്കെ അനുസരിച്ച് ശുക്രൻ്റെ നീചരാശിയാണ് കന്നി. അതായത് ശുക്രന് സ്വന്തം ശക്തി പൂർണ്ണമായും പ്രകടിപ്പിക്കാൻ പ്രയാസമുള്ള രാശി എന്ന് പറയാം. എന്നാൽ ഇത് എല്ലാവർക്കും ദോഷകരം ആകണം എന്നും അർത്ഥമില്ല. ചില രാശിക്കാർക്ക് ഇത് അപ്രതീക്ഷിത ഭാഗ്യങ്ങളും വിപരീത രാജയോഗങ്ങളും ഒക്കെ സമ്മാനിക്കുമ്പോൾ മറ്റു ചിലർ സാമ്പത്തിക കാര്യങ്ങളിലും ബന്ധങ്ങളിലും ഒക്കെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ 12 രാശിക്കാരുടെയും വിശദമായ ഫലങ്ങളും എന്തൊക്കെ പരിഹാര മാർഗങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റിയും പറയുന്നുണ്ട്. വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോയുടെ അവസാനം എന്തൊക്കെ പരിഹാര മാർഗങ്ങൾ ചെയ്യണം എന്ന് പറയുന്നുമുണ്ട്. ആദ്യമായി മേടൻ രാശിക്കാരുടെ ഫലം നോക്കാം. മേടൻ രാശിക്കാർക്ക് ശുക്രൻ നിങ്ങളുടെ 6-ാം ഭാവത്തിലേക്കാണ് രാശി മാറുന്നത്. ഈ 6-ാം ഭാവത്തിലേക്കുള്ള ശുക്രൻ്റെ രാശിമാറ്റം മേടൻ രാശിക്കാർക്ക് എന്തൊക്കെ പോസിറ്റീവ് ഫലങ്ങൾ കൊണ്ടുവരും എന്ന് ആദ്യം നോക്കാം. തൊഴിൽ രംഗത്തുള്ള മത്സരങ്ങളെയൊക്കെ അനായാസം അതിജീവിക്കാനൊക്കെ ഈ മേടൻ രാശിക്കാർക്ക് കഴിയുന്നതാണ്. അതുപോലെ പഴയ കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വീട്ടിൽ തീർക്കാനുള്ള വഴികളൊക്കെ ഈ സമയത്ത് തെളിയുന്നതുമാണ് മേടൻ രാശിക്കാർക്ക്. ശ്രദ്ധിക്കേണ്ട കാര്യം, ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ഒരു ശ്രദ്ധ വേണം. ദഹന സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അതുപോലെ പങ്കാളിയുമായിട്ടൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ സാധ്യതയും മേടൻ രാശിക്കാർക്ക് ഉണ്ടാകാം. അതുപോലെ അനാവശ്യ വാഗ്ദാനങ്ങളൊക്കെ ആർക്കെങ്കിലും എന്തൊക്കെ നൽകുകയാണെങ്കിൽ അതൊക്കെ ഈ സമയത്ത് ഒഴിവാക്കേണ്ടതുമാണ്. ഇനി അടുത്ത ഇടവൻ രാശിക്കാരുടെ ഫലം നോക്കാം. ഇടവൻ രാശിക്കാരുടെ രാശിയാധിപനാണ് ശുക്രൻ. ആ ശുക്രൻ 5-ാം ഭാവത്തിലേക്കാണ് രാശി മാറുന്നത്. അതിൻ്റെ പോസിറ്റീവ് ഭാവം എന്താണെന്ന് വെച്ചാൽ വിദ്യാർത്ഥികൾക്കും കലാകാരന്മാർക്കുമൊക്കെ വളരെ നല്ല സമയമാണ്. ബുദ്ധിപരമായ തീരുമാനങ്ങളിലൂടെയൊക്കെ സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രണയബന്ധങ്ങളിലെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കണം. ഓഹരി വിപണിയിലെ നിക്ഷേപങ്ങളൊക്കെ ശ്രദ്ധിച്ചൊക്കെ മാത്രം ചെയ്യേണ്ടതുമാണ്. ഈ സമയത്ത് പുതിയ പദ്ധതികളൊക്കെ തുടങ്ങാൻ അനുയോജ്യമായ സമയം കൂടിയാണ് എന്നത് പ്രത്യേകം ഓർക്കേണ്ടതാണ്. അടുത്തത് മിഥുനം രാശിക്കാരുടെ കാര്യം നോക്കാം. മിഥുനം രാശിക്കാർക്ക് ശുക്രൻ 4-ാം ഭാവത്തിലേക്കാണ് രാശി മാറുന്നത്. ഈ 4-ാം ഭാവത്തിലേക്കുള്ള മിഥുനത്തിൻ്റെ രാശിമാറ്റം, ശുക്രൻ്റെ രാശിമാറ്റം മൂലം മിഥുനം രാശിക്കാർക്ക് എന്തൊക്കെ പോസിറ്റീവാണ് ഉണ്ടാകുന്നതെന്ന് ആദ്യം നോക്കാം. വീട്ടിലെ അന്തരീക്ഷത്തിലൊക്കെ സന്തോഷമൊക്കെ ഉണ്ടാകുന്നതാണ്. വീടൊക്കെ പുതുക്കി പണിയാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ പുതിയ വാഹനമൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ് ഇത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ ആരോഗ്യകാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണം. അതുപോലെ ജോലി സ്ഥലത്ത് അല്പം മാനസിക സമ്മർദ്ദമൊക്കെ അനുഭവപ്പെടാം. കുടുംബത്തോടൊപ്പം ഈ സമയത്ത് കുടുംബത്തോടൊപ്പമൊക്കെ കൂടുതൽ സമയമൊക്കെ ചെലവഴിക്കാൻ ശ്രദ്ധിക്കേണ്ടതുമാണ്. ഇനി അടുത്തത് കർക്കിടകൻ രാശിക്കാരുടെ ഫലം നോക്കാം. കർക്കിടകൻ രാശിക്കാർക്ക് ശുക്രൻ 3-ാം ഭാവത്തിലേക്കാണ് രാശി മാറുന്നത്. ഈ 3-ാം ഭാവത്തിലേക്കുള്ള ശുക്രൻ്റെ രാശിമാറ്റം എന്തൊക്കെ പോസിറ്റീവ് കർക്കിടകൻ രാശിക്കാർക്ക് ലഭിക്കും എന്ന് വെച്ചാൽ നിങ്ങളുടെ ആശയവിനിമയ ശേഷിയും ആത്മവിശ്വാസവും ഒക്കെ വർദ്ധിക്കുന്നതാണ്. അതുപോലെ ചെറിയ യാത്രകളൊക്കെ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധമൊക്കെ മെച്ചപ്പെടുത്താനും സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, തിടുക്കപ്പെട്ട തീരുമാനങ്ങളൊന്നും എടുക്കരുത് ഈ സമയത്ത്. അതുപോലെ സാമ്പത്തിക ഇടപാടുകളിലൊക്കെ അതിനുവേണ്ട രേഖകളൊക്കെ കൃത്യമായി സൂക്ഷിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. എഴുത്ത്, മാധ്യമപ്രവർത്തനം, സോഷ്യൽ മീഡിയ ഈ മേഖലയിലൊക്കെ ഉള്ളവർക്ക് മികച്ച ഒരു സമയമാണിത്. ഇനി അടുത്തത് ചിങ്ങൻ രാശിയാണ്. ചിങ്ങൻ രാശിക്കാർക്ക് ശുക്രൻ 2-ാം ഭാവത്തിലേക്കാണ് രാശി മാറുന്നത്. ഈ 2-ാം ഭാവത്തിലേക്ക് ശുക്രൻ്റെ രാശിമാറ്റം മൂലം ചിങ്ങൻ രാശിക്കാർക്ക് അവരുടെ ധനവരവൊക്കെ വർദ്ധിക്കുന്നതാണ്.
അതുപോലെ സംസാരം കൊണ്ട് കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. നല്ല മധുരമായി സംസാരിച്ച് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനൊക്കെ ഈ സമയത്ത് ചിങ്ങൻ രാശിക്കാർക്ക് സാധിക്കുന്നതാണ്. അതുപോലെ സ്വന്തം കുടുംബത്തിലൊക്കെ സന്തോഷകരമായ സംഭവങ്ങളൊക്കെ നടക്കുന്നതുമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം അനാവശ്യമായ ആഡംബര ചിലവുകൾ നിയന്ത്രിക്കണം. അതുപോലെ ഭക്ഷണ കാര്യങ്ങളിലെ നിയന്ത്രണവും പാലിക്കേണ്ടതാണ്. ഈ സമയത്ത് ചിങ്ങൻ രാശിക്കാരെ അവരുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കാനായിട്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുമാണ്. ഇനി അടുത്ത് കന്നി രാശിയാണ്. ശുക്രസംക്രമണം നടക്കുന്നത് കന്നി രാശിയിലേക്ക് തന്നെയാണ്. ഈ കന്നി രാശിയിലേക്ക് ശുക്രസംക്രമണം നടക്കുന്നതോടുകൂടി കന്നി രാശിക്കാർക്ക് അവരുടെ വ്യക്തിത്വത്തിൽ വലിയ ആകർഷണീയതയൊക്കെ ഉണ്ടാകും. അതുപോലെ സ്വന്തം സൗന്ദര്യ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ താല്പര്യമൊക്കെ വർദ്ധിക്കും. പുതിയ നല്ല സൗഹൃദങ്ങളൊക്കെ ഉടലെടുക്കുന്നതുമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം ശുക്രൻ നീചസ്ഥിതനാണ്. അതിനാൽ അമിത പ്രതീക്ഷകൾ ഒഴിവാക്കേണ്ടതുമാണ്. അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടതുമാണ്. അനാവശ്യ ചിന്തകളൊക്കെ ഈ സമയത്ത് ഒഴിവാക്കി യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയൊക്കെ കാര്യങ്ങളെ സമീപിക്കേണ്ടതുമാണ്. ഇനി അടുത്ത തുലാൻ രാശിയാണ്. തുലാൻ രാശിയുടെ അധിപനായ ശുക്രൻ 12ാം ഭാവത്തിലേക്കാണ് രാശി മാറുന്നത്. ഈ സമയത്ത് വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വളരെയധികം നല്ല സമയമാണ്. അതുപോലെ ആത്മീയ കാര്യങ്ങളിലൊക്കെ ഒരു താല്പര്യമൊക്കെ വർദ്ധിക്കുന്ന സമയമാണ്. തുലാൻ രാശിക്കാർ ശ്രദ്ധിക്കേണ്ടത് ചിലവുകളൊക്കെ നിയന്ത്രിക്കണം. ചിലവുകളൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ആശുപത്രി ചിലവുകളൊക്കെ വന്നേക്കാം. അതുകൊണ്ട് ആരോഗ്യകാര്യത്തിലൊക്കെ നല്ലൊരു ശ്രദ്ധയും വേണം. ബഡ്ജറ്റൊക്കെ കൃത്യമായൊക്കെ പ്ലാൻ ചെയ്ത ശേഷം തുലാൻ രാശിക്കാരെ മുന്നോട്ട് പോകേണ്ടതുമാണ്. അടുത്ത് വൃശ്ചികൻ രാശിയാണ്. വൃശ്ചികൻ രാശിക്കാർക്ക് ശുക്രൻ 11ാം ഭാവമായ ലാഭസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത്. ഈ സമയത്ത് വൃശ്ചികൻ രാശിക്കാർ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അപ്രതീക്ഷിതമായ ലാഭമുണ്ടാകാം. അതുപോലെ എവിടെയെങ്കിലുമൊക്കെ മുടങ്ങിക്കിടന്ന പണമൊക്കെ തിരികെ ലഭിക്കും. സുഹൃത്തുക്കളിൽ നിന്നൊക്കെ വലിയ പിന്തുണയൊക്കെ ലഭിക്കുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം ലക്ഷ്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിഞ്ഞു പോകാതെ നോക്കേണ്ടതാണ്. അതുപോലെ സാമ്പത്തിക കാര്യങ്ങളിൽ അമിത വിശ്വാസവും വെച്ച് പുലർത്തരുത്. പുതിയ അവസരങ്ങളൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കും. അത് തീർച്ചയായും പ്രയോജനപ്പെടുത്തേണ്ടതാണ്. അവസരങ്ങളൊക്കെ കിട്ടിയിട്ട് പ്രയോജനപ്പെടുത്താതിരുന്നാൽ വീണ്ടും ആ അവസരം ലഭിക്കണമെന്നുമില്ല. ഇനി അടുത്തത് ധനുരാശിയാണ്. ധനുരാശിക്കാർക്ക് ശുക്രൻ 10ാം ഭാവമായ കർമ്മസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത്. ജോലിസ്ഥലത്ത് പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. സഹപ്രവർത്തകരുടെയൊക്കെ സഹകരണം ഉണ്ടാകും. അതുപോലെ ഈ ധനുരാശിക്കാർ ശ്രദ്ധിക്കേണ്ടത് കൂടെ ജോലി ചെയ്യുന്ന സ്ത്രീ സഹപ്രവർത്തകരുമായിട്ടൊക്കെയുള്ള തർക്കങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ നിങ്ങളുടെ ജോലിയിൽ കൂടുതൽ ശ്രദ്ധയും പുലർത്തേണ്ടതുണ്ട്. നിങ്ങളുടെ ജോലിയിൽ ഒരു പ്രൊഫഷണലിസമൊക്കെ ഈ സമയത്തെ കാത്തു സൂക്ഷിക്കേണ്ടതുമാണ്. അടുത്ത മകരൻ രാശിയാണ്. മകരൻ രാശിക്കാർക്ക് ശുക്രൻ 9ാം ഭാവമായ ഭാഗ്യസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത്. മകരൻ രാശിക്കാർക്ക് ഈ സമയത്ത് ഭാഗ്യാനുഭവങ്ങളൊക്കെ വർദ്ധിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള വിജയ സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തീർത്ഥയാത്രകൾക്കൊക്കെ അവസരവും ലഭിക്കുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ഈ സമയത്ത് മകരൻ രാശിക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കണം. എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ മുതിർന്നവരുടെ ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കുക. പ്രത്യേകിച്ച് ജീവിതത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുതിർന്നവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കേണ്ടതുമാണ്. അടുത്ത കുംഭൻ രാശിയാണ്. കുംഭൻ രാശിക്കാർക്ക് ശുക്രൻ 8ാം ഭാവത്തിലേക്കാണ് രാശി മാറുന്നത്. ഈ 8ാം ഭാവത്തിലേക്ക് രാശി മാറുന്നത് അപ്രതീക്ഷിത ധനലാഭത്തിന്, അതായത് ഇൻഷുറൻസ്, അതുപോലെ പാരമ്പര്യ സ്വത്ത് എന്നിവ വഴിയൊക്കെ ധനലാഭത്തിന് ഈ കുംഭൻ രാശിക്കാർക്ക് സാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം സാമ്പത്തിക കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അതീവ ജാഗ്രതയൊക്കെ പുലർത്തേണ്ടതാണ്. അതുപോലെ നിങ്ങൾക്ക് രഹസ്യ ശത്രുക്കളൊക്കെ ഈ സമയത്തുണ്ടാകാം. അതൊക്കെ സൂക്ഷിക്കണം. വാഹനമൊക്കെ സ്വന്തമായിട്ടൊക്കെ വാഹനമൊക്കെ ഉപയോഗിക്കുമ്പോൾ അതും ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഈ സമയത്ത് അപകട സാധ്യതയുള്ള എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അതൊക്കെ അല്പം ശ്രദ്ധിച്ച് ചെയ്യുക. പരമാവധി അപകട സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതുമാണ്. ഇനി അടുത്ത 12ാമത്തെ രാശിയായ മീനൻ രാശിയാണ്. മീനൻ രാശിക്കാരുടെ 7ാം ഭാവത്തിലേക്കാണ് ശുക്രൻ രാശി മാറുന്നത്.
കൂട്ടുകച്ചവടത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന മീനൻ രാശിക്കാർ, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ നടത്തുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ സമയത്ത് നല്ല രീതിയിലുള്ള പുരോഗതി ഉണ്ടാകുന്നതാണ്. പുതിയ ബിസിനസ് ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കാൻ ഈ സമയത്ത് മീനൻ രാശിക്കാർക്ക് സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, പങ്കാളിയുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ വിള്ളലുകൾ വരാതെ ഈ സമയത്ത് നോക്കണം. സ്വന്തം ഈഗോ ഒക്കെ മാറ്റി നിർത്തുന്നത് ബന്ധങ്ങളൊക്കെ നിലനിർത്താനും സഹായിക്കുന്നതാണ്. എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടെങ്കിൽ തുറന്ന് സംസാരിക്കുന്നതിലൂടെ മറ്റുള്ളവരോടൊക്കെ തുറന്ന് സംസാരിച്ച് അഭിപ്രായമൊക്കെ പ്രകടിപ്പിച്ച് കാര്യങ്ങളൊക്കെ പരിഹരിക്കേണ്ടതുമാണ് ഈ സമയത്ത്. ഇനി ശുക്രൻ്റെ ഈ നീചസ്ഥിതി മൂലമുണ്ടാകുന്ന ദോഷഫലങ്ങളുള്ള രാശിക്കാർ ദോഷഫലങ്ങളൊക്കെ കുറയ്ക്കാനും ഗുണഫലങ്ങളൊക്കെ വർദ്ധിപ്പിക്കാനും എന്തൊക്കെ ലളിതമായ പരിഹാരങ്ങൾ ചെയ്യാം എന്ന് നോക്കാം. വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി ഭജനം നടത്തുന്നത് ശുക്രപ്രീതിക്ക് നല്ലതാണ്. അതുപോലെ മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നതും വെള്ളിയാഴ്ചകളിൽ ദേവീ ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെയധികം ഗുണം ചെയ്യും. അതുപോലെ വെള്ളിയാഴ്ചകളിൽ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യുന്നത്, അന്നദാനം ചെയ്യുന്നത് ഒക്കെ ശുക്രൻ്റെ പ്രീതിക്ക് നല്ലതാണ്. അതുപോലെ വ്യക്തി ശുചിത്വവും വൃത്തിയായി വസ്ത്രമൊക്കെ ധരിക്കുന്നതും ശുക്രൻ്റെ ശുഭഫലങ്ങളൊക്കെ നിങ്ങൾക്ക് കൂട്ടുന്നതുമാണ്. ഈ ശുക്രൻ്റെ രാശിമാറ്റം മൂലമുണ്ടാകുന്ന ഈ ഫലത്തെപ്പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.